ഈശ്വര, അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. ഞാൻ വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്തായി കാണിക്കുന്നത്? നമുക്ക് കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് വരച്ചിട്ടില്ലടാ. ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ, പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകൂടാ. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. എന്താണ് അച്ഛാ ഇത് കണ്ട? എന്താ ഗോപി? ചെക്കനെ മര്യാദക്ക് വളർത്തിയില്ലെങ്കണ്ടല്ലോ നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവും. എന്താ ഉണ്ണി, എന്താ ഒരു പറയണേ? കുരുത്തക്കേടായിട്ട് ഒപ്പിച്ചു വന്നിട്ട് കൂസലില്ലാതെ നിക്കണമെന്നില്ലേ? നാട്ടുകാർക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല വെച്ചാ ഇവിടെ മനുഷ്യർക്ക് നാണോ മാനായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു പോലെ ചങ്ങലേനുണ്ടാവും. ഞാനിത് എങ്ങനെയാണോ സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന ഒരുത്തർ ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കഴുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ ഉണ്ണി അച്ഛനെ കരുതി തള്ളി. ഒന്നുമില്ല. പാവത്തിന് അടിക്കരുത്, പറയുന്നത് കേൾക്കൂ, അടിക്കരുത്. ഇനി പഠിക്ക് വേണ്ടായിരുന്നു, ഇവനെ കണ്ടു കിട്ടണ്ടായിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ മാഷെ. ഉണ്ണിയേട്ടന്റെ അസുഖമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ? എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അവിടെ തന്നെ കിടക്കായിരുന്നില്ലേ തമ്പുരാട്ടിക്ക്? അങ്ങനെ ഒരു ആവശ്യം വന്നാ ചിലപ്പോ കിടക്കേണ്ടി വരും. അത്രയ്ക്ക് കടപ്പാടുണ്ടാ വീട്ടിനോട് എനിക്ക്. അതായത് നിനക്ക് അവിടെ പോവാണ്ടിരിക്കാൻ പറ്റില്ല. ദേ, അതെ, നീ എന്റെ പെണ്ണ, എന്റെ കൂടെ പുറക്കേണ്ടവള്. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അമ്മോ, നീ അകത്ത് പോ. തമാശ പറയല്ലേ? നീ എന്റെ പെണ്ണാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നാലും നാട്ടുകാർ കാണുക എനിക്ക് താലി കെട്ടണം. അതിനെന്നെ കൊണ്ടായില്ലെങ്കിൽ ചാവണതാ ഭേദം, അല്ലെങ്കിൽ നിന്നെ കൊല്ലണം. ഉണ്ണി,
ഉണ്ണി അച്ഛാ കൈ ആ ആ. അച്ഛൻ തല്ലിയത് മോന് വല്ലാതെ നൊന്തോ? അമ്മ പറഞ്ഞല്ല അച്ഛൻ തല്ലിയത് ഞാൻ നന്നാവാൻ വേണ്ടിട്ടാണ്. ഞാൻ നന്നായി അച്ഛാ. അച്ഛൻ എന്തിനാ കരയണേ? ഏയ്, എന്നെ ഇഷ്ടായില്ലെങ്കി എവിടെങ്കിലും കൊണ്ടേ കളഞ്ഞേക്ക്. എന്താ ഉണ്ണി ഇങ്ങനൊക്കെ പറയണേ? ഇവിടെ ആർക്കാ നിന്നെ ഇഷ്ടല്ലാത്ത? എല്ലാവർക്കും എന്നെ ഇഷ്ടാണോ? പിന്നെ അച്ഛൻ എന്നെ ഇഷ്ടാണോ? അതെ, സത്യം? സത്യം. എന്നാ എന്നെ പുറത്തു വിടുവോ? എന്തിനാ? വെറുതെ കാണിക്കാനാ? പിന്നെന്തിനാ ഇപ്പൊ പുറത്തു പോണേ? എന്റെ കഴുത്തെ പിടിച്ച് തള്ളിക്കൊണ്ടെന്നില്ലേ? ആര്? ഗോപിക്കുട്ടനോ? ആ, ആ, അവന്റെ മുണ്ട എനിക്ക് പറിക്കണം. എന്നെ അനുഗ്രഹിക്കൂ അച്ഛാ. എന്നെ പുറത്തു വിടൂ. പുറത്തു വിടൂ അച്ഛാ. ഗോപിക്കുട്ടരെ ശരിയാക്കണം. അയ്യോ എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാ ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ല്. കൃഷ്ണൻകുട്ടി, ആ, 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ആ. ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയം എടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് ഇവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി, ആ, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. ആ. മണിക്കൂറിന് 10-75 പൈസ. എന്താടാ 75 അത് പൈസ? അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. ആ. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ. അളവെടുക്കട്ടെ? ആ, നിക്ക്. നിക്കല്ലേ? ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപ ഉള്ളൂ. 150 രൂപ. ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപയ്ക്ക് ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. ആ, എന്നാ അളവെടുക്കട്ടെ? ഇതെന്താ ഇത്? ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? പള്ളി വേണ്ട, പള്ളിക്കുള്ള തുണി തകയില്ല. ആണോ? അപ്പൊ ഇവിടെ നിന്ന് എടുക്കാം അല്ലേ? ഇച്ചിരി മേലെ, ഇറക്കം ഇത് മതിയാ? ഇച്ചിരി കൊടുത്താ. അരയിഞ്ച്. അല്ല, ആ ചെരുപ്പ് വരെ ഇരുന്നോട്ടെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരാൻ നീളമുള്ള ട്രൗസർ. എന്നാലും ഈ ഇറക്കം കൂടാൻ നേരത്ത് 2 മതി. പാന്റ് എന്താടാ? ഒന്നുമില്ല. അതെ, ഇന്നീ അപ്പൊ എന്നാ ഞങ്ങൾക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ ഒരു പ്രായം. തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരും ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൊണ്ട് കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ 2 കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ? ശരിയാ. പോ ചെല്ല്. മിസ്റ്റർ പ്രഭാകർ, നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ? വല്ല മന്ത്രിമാരെ കൊണ്ട് ചെയ്യിച്ചാ പോലെ. അയ്യോ, എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചുപൂട്ടാനല്ല. അയ്യേ, നീയൊക്കെ പാന്റ് അല്ല എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവില്ല. ഉണ്ണിയില്ലേ ഇവിടെ? ഇനി അടുത്ത മാസം 1-ാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. പക്ഷേ ആനയാണ്. ഇതൂടെ. എന്താടോ ഇത് ആനക്കുള്ളതാ? അല്ല, ഇതൊരു ഉപകാരമാണ്. ഉപകാരമല്ലടോ, ഉപകാരം. ആ, രണ്ടും ഒന്ന് തന്നെ മാഷേ. സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷേ, ഈ നാടിന്റെ മുഖച്ഛായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാണ്. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ. ഉണ്ണിയേ, അവിടെ നിൽക്കേ. ഏ? അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷേ. യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് ഇല്ല. വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങോട്ട് ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ്, നമ്മൾ തമ്മിലുള്ള ലാഭക്കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടുവോ മാഷെ? അങ്ങോട്ട് തോന്നിക്ക്. ഉണ്ണിയ ഉണ്ണേ ഉണ്ണേ, എന്താ മാഷെ ചന്തിക്ക്? ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കാണാനെന്നും പറഞ്ഞു ഒരുത്തോടി പഠിക്കാതെ കയറിപ്പോയത് അടിച്ചു പോടാ വെളിയില്. അവന്റെ കൊണ്ടുപോടോ അങ്ങാണെങ്കിലും.
എന്നാ കൃഷ്ണൻകുട്ടി കടയുടെ ഉദ്ഘാടനം ആ അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മമ്മയുടെ 16 അടി എന്തിന് കവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു. അമ്മൂന് കൊടുക്കൂ. ഓ മോനെ ആ കത്തൊന്ന് മേടിച്ച് ഇങ്ങോട്ട് വാ. വാ ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ വാ ഇങ്ങോട്ട് വാനെ കത്ത് മേടിക്കാനേ. ശബ്ദം ഉണ്ടാക്കല്ലേ. കത്ത് മേടിക്കാനേ. ഇങ്ങോട്ട് മേടിക്കാനേ കത്ത്. ഇങ്ങോട്ട് മേടിക്കും. ആ മേടിച്ചോ? മേടിക്കാനേ കത്ത്. അങ്ങനെ ദാ. അതേ ഈ തുമ്പിക്കൈയിൽ വെച്ചിട്ടെ ഈ ലഡു ഒന്ന് അവന് കൊടുക്കാൻ പറഞ്ഞേ. ആ തനിക്കല്ല അവന് ഉണ്ണി. ഈ ലഡു അവന് കൊടുക്കാനേ. രാജേന്ദ്രാ. ദാ അങ്ങോട്ട് കൊടുക്കാനേ. ആ ആ, മേനെ വിഴുങ്ങി. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, എനിക്കായിരുന്നു കത്ത്. കത്തിലുള്ളതല്ല, ഞാൻ പറഞ്ഞതാ. ആ ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ. ചിലപ്പോ മലയാളത്തിൽ എഴുതിയപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഇതെങ്ങനെ വായിക്കും? ഒന്ന് വായിച്ചേ. ഇങ്ങ് തന്നെ ഇത്രയോ? OHMYDEAR. ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത്? കൂട്ടി വായിക്കേ. ഇത് കൂട്ടക്ഷരമാണ്. ഈ ഡോക്ടർമാർ എഴുതില്ലേ അതുപോലത്തെ. ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിടെ തന്നെ കൊണ്ടുപോകണം. ഇത് ആർക്കാ? അമ്മൂന. പിന്നെ ആരോടും പറയരുത്. അകത്ത് മുതലാളിയോട് ചോദിക്കാൻ പോയതാവും അല്ലേ? ഇത് ആഹാരത്തിന് ശേഷം 3 നേരം. ഇത് വേദനയുള്ളപ്പ കഴിക്കുക. വേദന ആർക്ക്? അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത്? ശരിയാക്കി തരാടോ, ശരിയാക്കി തരാ. ഈ കണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് ലവ് ലെറ്റർ തന്നാ താൻ അവൾക്ക് കൊടുക്കുന്ന വയറിളക്കാനുള്ള മരുന്നായിരിക്കുമല്ല. വന്നേ വന്നേ. കിട്ടിയാ? കിട്ടി, എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ടനെ കണ്ടാ കിട്ടൂന്ന്. ഐശ്വര്യമായിട്ട് വായിച്ചേ. വായിക്കാനൊന്നുമില്ല, ഇത് വിസയാ. വിസയാ? അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട്. നിറച്ചു ചട്ടമ്പികളാ. അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്ക. പക്ഷെ ഒരു കുഴപ്പം, റോളറെ കിട്ടുള്ളൂ. അപ്പൊ കാശ് കിട്ടൂലേ? റോളർ തന്നെയാ കാശ്. ഇത് വിസ, ടിക്കറ്റ്. ഇത് ടിക്കറ്റ് വിസ ഒന്നുമല്ല, ഇത് ലവ് ലെറ്ററാ, പ്രേമലേപനം. ലവ് ലെറ്ററാ? ഹു ആർ യു? ആരാ എഴുതിയത്? അയ്യടാ ചേട്ടനല്ല. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ഇതേ നമ്മടെ ഉണ്ണി അമ്മൂന് എഴുതിയ കത്ത. അത് ശരി. വാട്ട് എ ബ്യൂട്ടിഫുൾ ലവ് ലെറ്റർ. ഒരു കാര്യം ഉറപ്പായി, അവൻ പഠിച്ചിട്ടുണ്ട്. പ്രേമലേഖനം എഴുതാനാ? അല്ലടോ, വിദ്യാഭ്യാസമുണ്ടെന്ന്. നോക്കൂ, കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി, അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവന്റെ മനസ്സിൽ അമ്മുവിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, സ്നേഹവും ഉണ്ട്. ഗോഡ് ബ്ലെസ് യു.